ട്രെയിൻ പോകുന്നത്. ഇത് നിർത്തി വരുമ്പോഴത്തേന് സമയം പോവും. ആ ഒരു വിഷ്വൽ നോക്കി, സൺറൈസും ട്രെയിനും. അതാണ് പുതിയ പാലം. ഇപ്പം ട്രെയിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പാലം അതാണ്. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു സെറ്റാണല്ലോ. പക്ഷെ ധനുഷ്കോടി വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വന്നത്. അല്ലേ, മനസ്സമാധാനമായിട്ട് ഈ ഒരു സാധനം കാണാൻ പറ്റുന്നത് എത്രയോ പേരുണ്ടെന്നറിയോ. നമ്മുടെ വണ്ടി ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കണം. ഇവിടെ വന്നിങ്ങനെ എത്ര ഇരിക്കാൻ നമുക്കൊരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇന്നലെ കിടന്ന പമ്പില്ലേ, അവിടെ തന്നെയാണ് ഇപ്പോഴും. സമയം 5:44. കുറച്ചധികം നേരം കിടന്നിട്ട് 5 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ, പിന്നെ 5:45 ഇപ്പം. ഇനിയിപ്പം പെരിയ ഇവിടെ ഇവിടെയൊക്കെ ആൾക്കാർ കിടപ്പുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ വണ്ടികളാണ്. ആൾക്കാരവിടെയൊക്കെ കിടപ്പുണ്ട്. ഉറങ്ങട്ടെ. അവർ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമുക്ക് പോവാം. ഇത് അപ്പുറത്ത് മണ്ഡപം വൈൽഡ് ലൈഫ് സാങ്ച്വറി റേഞ്ച് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഓഫീസറാണ് ചാൻസ്. അപ്പം മുമ്പോട്ട് പോയി നോക്കാം. പമ്പം പാലത്തിൻ്റെ രാവിലത്തെ കാഴ്ചകൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും പോവന്നെ. ബാക്ക് ടു റോഡ് ഗൈസ്. അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് കയറിയിരിക്കുന്നു വീണ്ടും. അല്പനേരത്തെ റെസ്റ്റിന് ശേഷം കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. റൂമിന് കയറ്റി നോക്കി ആക്സിഡന്റ് അങ്ങോട്ട് പറ്റിയതാണ്. അവിടുത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ധനുഷ്കോടി റൈഡ്. പക്ഷെ എന്തായാലും ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതും അപ്രതീക്ഷിതമായിട്ട് കുറച്ച് കൂട്ടുകാരുടെ കൂടെ. അതും കൊള്ളാം. പക്ഷെ നല്ല ചൂടുണ്ട്. രാവിലെ നമ്മള് കന്യാകുമാരി വന്ന് പോയ ടൈമില് പോണ വഴിയിലൊക്കെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, കാറ്റൊക്കെ അടിച്ചിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ഞാൻ ഗ്ലൗ ഊരിയിട്ടേക്കാം. ചൂട് ഭയങ്കരം. അതുകൊണ്ട് ഒന്നും സെറ്റാണല്ല. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് അറിയില്ല. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം. മണ്ഡപത്തിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്ററിനകത്തെങ്ങാനുണ്ട് പാമ്പൻ പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പുറത്ത് കടല് നമ്മൾക്ക് അടുത്ത് കണ്ടു തുടങ്ങി കേട്ടോ. അത് റൈറ്റ് സൈഡില് നോക്കി ഗൈസ്. ഇവിടുന്നാണ് നമ്മുടെ പാമ്പൻ പാലത്തിലോട്ട് കയറുന്ന എൻട്രി കേട്ടോ. ദിവസം നോക്കിയല്ലേ രാവിലെ കണ്ടൊരു സൺറൈസ്. നമുക്ക് ഒരു നല്ലൊരു സൺറൈസ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിക്കാതെ ഇങ്ങനെ വരണു. വെട്ടമൊക്കെ ഒന്ന് തുടങ്ങി. പാമ്പൻ പാലം തുടക്കം ഇവിടെയാണ് കേട്ടോ. പാമ്പൻ പാലത്തിൻ്റെ ഇങ്ങനെ കയറി പോകുമ്പം കാണാനായിട്ട് പറ്റും. അവിടെ മീൻ പിടിക്കാൻ പോണ വള്ളങ്ങളൊക്കെ ഒത്തിരിയും കിടക്കുന്ന കണ്ടു. കൊള്ളാമല്ലേ. നമുക്ക് രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവല്ലേ. അടിപൊളി. പാമ്പൻ പാലം അങ്ങോട്ട് പോകുമ്പോ അവിടെ അധികം നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഓടി എന്നാലും അത്യാവശ്യം നിർത്താൻ തോന്നും.
അവിടെ നിന്ന് നല്ല അടിപൊളി ഒരു സൺറൈസ് കിട്ടും. വാ, പാലത്തിനവിടെ ഞങ്ങളതെ ആ സൂര്യൻ ഉദിച്ചു വരുന്ന നോക്കി ഒരു സീൻ. അടിപൊളി. അടിപൊളിയില്ലേ, നോക്കിയേ എന്നാ ഫൈവാ. ആ പാമ്പും പാലവും സൺറൈസും ഒരു രക്ഷയില്ല പോലെ. സോ നൈസ് വ്യൂ മാൻ. ഈ ഒരു സാധനം കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. സൺറൈസ് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കിട്ടുമെന്നേ ഉള്ളായിരുന്നു, പക്ഷെ ഈ ഒരു പോയിന്റിൽ ഇവിടെ തന്നെ വെച്ച് കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അത് കൊള്ളാം. എന്ത് ഭംഗിയുണ്ട് നോക്കി. ഇത് ധനുഷ്കോടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദൂരെ കാണാൻ പറ്റുമായിരിക്കും കേട്ടോ. ഓ എന്ത് കളറാണ് നോക്കിയാല്. അടിപൊളിയല്ലേ, നമ്മള് പെയിന്റിങ്ങിനകത്ത് കാണില്ലേ വരച്ച് വെച്ചേക്കുന്ന പോലെ അതേപോലെ ഇരിക്കണം. ശരിക്കും പെയിന്റിങ്ങിനകത്തൊക്കെ ഉള്ള പോലെ തന്നെ. ഇതാണ് പാമ്പൻ പാലം. പാമ്പൻ പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്നു. ഞാൻ കാണിച്ചു തരാം. അതേ കണ്ടോ ട്രെയിൻ പോകുന്നേ. ഇത് എത്തി വരുമ്പോഴത്തേന് സമയം പോവും. ഓ ആ ഒരു വിഷ്വൽ നോക്കി. സൺറൈസും ട്രെയിനും അടിപൊളിയല്ലേ, ഒന്നും പറയില്ല. കുറച്ചുകൂടി നേരത്തെ എനിക്ക് അവിടെ വെച്ച് കിട്ടിയേനെ. കൊള്ളാം. അങ്ങനെ ട്രെയിനും കണ്ടു, പാമ്പൻ പാലം കണ്ടു, സൺറൈസും കണ്ടു. പൊങ്ങി വാ മോനെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്രിപ്പിൽ ഇനി വേറെ എന്നാ കണ്ടില്ലേലും ഒരു കുഴപ്പമില്ല. എന്ത് വ്യൂവാണ് നോക്കി. ഞാൻ ഡ്രീം പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ധനുഷ്കോടി റൈഡില് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ സാധനം. ഒട്ടും ചിന്തയിലേ ഉണ്ടായിരുന്നില്ല ഈ പാമ്പൻ പാലത്തിനോട് വെച്ചിട്ട് ട്രെയിനും ഒരു സൺറൈസും കിട്ടിയത്. നൈസ്. എല്ലാം കറക്റ്റ് സമയം തന്നെ. എത്ര നേരത്തെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരിക്കും അല്ലേ. അതാണ് കഴിഞ്ഞ നമ്മളെ കന്യാകുമാരി ഇറങ്ങുന്നത്. എല്ലാം കറക്റ്റ് ടൈമിലാണ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എവരിത്തിങ് ഹാപ്പനിങ് ഇൻ എ ഗുഡ് ടൈം. നൈസ് വ്യൂ മാൻ. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നിർത്തിയിട്ട് കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെ എല്ലാം നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാരുടെ. പാമ്പൻ പാലം കാണിച്ചു തരാം കേട്ടാ. കാരണം അപ്പുറത്തോട്ട് ഇനി പോയി കഴിഞ്ഞാലേ സ്ഥലം കാണുമെന്ന് അറിയത്തില്ല. കറക്റ്റ് എടുത്തിപ്പം ക്യാമറ ഓഫ് ആയിട്ടാ ചാർജ് വിടണം. അല്ല എന്തായാലും
ട്രെയിൻ പോകുന്ന വിഷ്വലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മീൻ പിടിക്കുന്ന ബോട്ടുകൾ അങ്ങോട്ട് പോകുന്ന സൗണ്ടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഫുള്ള് മീൻ പിടിക്കുന്ന ബോട്ടുകളാണ്. രാവിലെ നല്ല തിരക്കുണ്ട്, ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ട്, ഫുള്ള് ആൾക്കാരാണ്. ഇതേ സൂര്യൻ ഇങ്ങനെ ദിവസം മേളിലായി. ഞാൻ വളരെ കേൾക്കാൻ പറ്റുന്നതല്ല, ഈ ബോട്ടിന്റെ സൗണ്ട് ഉണ്ട്. അപ്പുറത്തുണ്ട് കുറേ ബോട്ടുകളുണ്ട്. ഈ പാലത്തെക്കുറിച്ച് അങ്ങോട്ട് നടന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ പാലം മറ്റേത് പുതിയ ബ്രിഡ്ജാണ്. ഇത് നമ്മുടെ പഴയ പാമ്പൻ ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജ് പണ്ട് കാലത്ത് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ സാധനം വീഡിയോകളിലൂടെയും എല്ലാം അങ്ങനെ കേട്ടുള്ള അറിവാണ് നിങ്ങളുള്ളത്. അന്നോട്ട് ഇത് നേരിട്ട് കാണാനായിട്ടും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് പണ്ട് കപ്പലുകൾ പോകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി കൊടുക്കുമായിരുന്നു. അതാണ് ഈ പുതിയ ബ്രിഡ്ജ്. ഇതാണ് കേട്ടോ സാധനം. എന്ത് രസം നോക്കി, പഴയ പാലം. ഇത് അവിടത്തേക്കും ഇപ്പുറത്തേക്കും തുറക്കുമായിരുന്നു കേട്ടോ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജാണ് കേട്ടോ. 1914 തോന്നുന്നു ഏകദേശം ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞത് ഓപ്പണായി കൊടുത്തത്. ഓ, എന്ത് രസമുണ്ടല്ലേ. പക്ഷേ അതാണ് പുതിയ പാലം. ഇപ്പം ട്രെയിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പാലം അതാണ്. ഈ മണ്ഡപം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ആ സ്ഥലമില്ല, നമ്മൾ നേരത്തെ പമ്പിൻ്റെ അവിടെ നിന്ന് ആ സ്ഥലവും രാമേശ്വരമായിട്ട്, രാമേശ്വരം എന്ന് പറഞ്ഞാൽ ഐലൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കണക്ട് ചെയ്യാനായിട്ട് അന്ന് ബിൽഡ് ചെയ്ത സാധനമാണ് ഈ ബ്രിഡ്ജ്. പക്ഷേ അന്ന് ഇത്രയും ടെക്നോളജീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടൈമിൽ ഈ കടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനൊരു സാധനം ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളത് വെച്ചാൽ അത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ഇത് ആ പാലത്തിൻ്റെ സൈഡിലൊരു ചേട്ടൻ ഇത് മീൻ പിടിക്കുന്നു. എങ്ങനെ നടന്നു പോയതുണ്ടോ. അപ്പം അങ്ങോട്ട് കയറാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ മിക്കവാറും ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരൊക്കെ ഇത് ഇവിടെ ഇപ്പോണ്ട് ആള്. പക്ഷെ നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ. അങ്ങോട്ട് ഇനി എന്താണെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും എന്നെ ദിവസം നോക്കി സൂര്യനൊക്കെ. ഇത് ലോറിക്കകത്തൊക്കെ ആൾക്കാര് ആണോ? ലോറിക്കകത്തൊക്കെ അതെങ്ങനെയാണ് ലോറിക്കകത്തൊക്കെ ആൾക്കാര് ഇത്രയും പേര്? ഈ കൂടുതലൊന്നും ഇല്ലാത്ത രണ്ടുപേരും ആണ്. ധനുഷ്കോടി പാമ്പന്മാരം അവിടുത്തെ പാലം പോലും കാണാതെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുക. പോണ വണ്ടി നോക്കിയിട്ട് ഇവർക്ക് പാലം കാണണ്ടാവോ? നമ്മള് വണ്ടിയിലേക്ക് നോക്കി. എന്ത് തട്ടായിട്ടൊക്കെയാണ്. ഈ പുള്ളിയുടെ ആരെങ്കിലും ആണോ അത്? അറിയില്ല. അവിടെ ബെൽറ്റൊക്കെ ഉണ്ട് പിടിച്ചു കയറാനായിട്ട്. കണ്ടോ, ആർമിക്കാര് കയറില്ലേ അതേപോലെ ഒരു വണ്ടി. എന്തായാലും കൊള്ളാം. ഇവിടെ തകർത്ത് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പൊ തന്നെ ചൂടടിച്ച് തുടങ്ങി. ഈ ജാക്കറ്റും എല്ലാം ഇട്ടിട്ട് വിയർക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രിയുള്ള ചായ കുടിയാണ് ലാസ്റ്റ് കഴിഞ്ഞത്. ഇനിയിപ്പോ 7 മണിയായിപ്പോ. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ആ എൻ്റെ പോയിന്റില് തിരക്കായിരിക്കും ഈ ടൈമിലെല്ലാം. അപ്പം പോണ വഴിയിൽ എവിടെയെങ്കിലും നിർത്തി ചായ കുടിക്കണം. നോക്കാം, പോണ വഴി നോക്കാം. രാമേശ്വരം നോട്ടെ. രാമേശ്വരത്ത് കഴിഞ്ഞിട്ടാണല്ലോ രാമേശ്വരത്ത് നിന്ന് കുടിക്കാം. രാമേശ്വരത്ത് നിന്ന് പിന്നെ ഒറ്റ സ്ട്രെച്ച് ധനുഷ്കോടി. അങ്ങനെയാണ് വീഡിയോസിലൊക്കെ കണ്ട റോഡ്. നമുക്ക് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ വീഡിയോസിൽ കണ്ട ഒരു സ്ഥലം, നമുക്ക് ആഗ്രഹമുള്ള സ്ഥലം ഇങ്ങനെ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേന് ശരിക്കും നല്ല രസമുണ്ട്. ഇതേപോലെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളും ഇതേപോലെ ധനുഷ്കോടിയിലേക്ക് ട്രിപ്പൊക്കെ വരാനായിട്ട് ആഗ്രഹിച്ചായിരിക്കും കാണുന്നത്. അപ്പം നിങ്ങളുടെ ഡ്രീമും ഒരിക്കൽ നടക്കട്ടെ, ഒരിക്കലും അത് ഫുൾഫിൽ ചെയ്യും. അന്ന് നിങ്ങൾ ഈ ട്രെയിനിലൊക്കെ വരുമ്പോഴത്തേന് നമ്മുടെ വീഡിയോ കണ്ടതൊക്കെ നിങ്ങൾ ഓർക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ട പല വീഡിയോകളിലൂടെയാണ് ഞാൻ ധനുഷ്കോടിയെ കുറിച്ച് അറിഞ്ഞത്. അപ്പം ആ വീഡിയോ എടുത്തവരെ കുറിച്ചും എല്ലാം ഞാൻ ഈ മൊമെന്റിൽ ഞാൻ ഒന്ന് ആലോചിച്ചായിരുന്നു. അന്ന് അവർ കാണിച്ചുകൊണ്ടാണ് അന്ന് എനിക്കൊരു ഡ്രീം എൻ്റെ മനസ്സിൽ വന്നത്, അത് കാണണമെന്നുള്ളത്. അപ്പം നമ്മുടെ ഈ വീഡിയോയിലൂടെ ആരെങ്കിലുമൊക്കെ ഡ്രീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രീം നടക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ തന്നെ അതെല്ലാം ഫുൾഫിൽ ചെയ്യട്ടെ. കൊള്ളാം.
തമിഴ്നാട്ടിലെ ആൾക്കാരുടെ പോലെ ഇവിടെയും കല്യാണത്തിന് അവരുടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ്, കാരണം വേറെ എവിടെയും കാണാൻ പറ്റില്ല. അത് വെറൈറ്റി. ഈ കാഴ്ചകളൊക്കെ എത്ര നാളുണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ, ഈ പോസ്റ്ററൊക്കെ വെക്കുന്ന പരിപാടിയും അങ്ങനെയൊക്കെ. കാരണം ആൾക്കാരൊക്കെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരും മാറി ചിന്തിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. വയ്യാത്തൊരു പട്ടി. ശരിക്കും ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? എന്തൊരു ചൂടാണ് ഇപ്പം തന്നെ, സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നൈറ്റ് റൈഡ് ചെയ്ത് വന്നത് എന്തായാലും കാര്യമായി. രാമേശ്വരം 8 കിലോമീറ്റർ, ധനുഷ്കോടി 27 കിലോമീറ്റർ. അവിടെ 27 എഴുതിച്ചേക്കുന്നത്, ഇവിടെ 21 എഴുതിയേക്കുന്നത്. പെട്ടെന്ന് 6 കിലോമീറ്റർ കവർ ചെയ്താൽ. നമ്മൾ നേരത്തെ ആ ട്രക്ക് കണ്ടില്ലേ, ആ ട്രക്ക് MH രജിസ്ട്രേഷനാണ്, മഹാരാഷ്ട്ര രജിസ്ട്രേഷനാണ് ആ ട്രക്ക്. അവിടെ നിന്നൊക്കെയാണോ അത് ഇത്രയും ആൾക്കാരെ കുത്തിയടച്ച് വന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. ബസ്സിനകത്തൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം, ഇതൊരു ലോറിക്കകത്ത് അതും അത്രയും സ്ത്രീകൾ കുത്തി നിറച്ച്. അപ്പം ഇതാണ് ലാസ്റ്റ് ലാൻഡ്, ഇതാണ് ലാസ്റ്റ് പോയിന്റ്. അപ്പം ഇവിടെ വരെ വണ്ടി വരുള്ളൂ. ഇവിടുന്ന് നമുക്ക് ശ്രീലങ്ക തലയമന്നാർ ഏറ്റവും അടുത്തത്തെ. നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റുമെന്നാണ് പറയണത്. പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നുവെച്ചാൽ ഓപ്പണായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ലെൻസസോ എന്തെങ്കിലുമൊക്കെ വേണ്ടിയതായിരിക്കാം, മേ ബി. അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. എന്തായാലും ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ സംഭവത്തിന് മുമ്പിൽ വരണമെന്ന്. എന്തായാലും വന്നു. ഇനി കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാർ. രാവിലെ തന്നെ ഇവിടെ ഫില്ലപ്പായി. എന്താ അല്ലേ, ഇവിടെ നിറയെ ആൾക്കാരാണെന്നേ. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവിടെ സെറ്റാണല്ലോ. പക്ഷെ ധനുഷ്കോടി വരാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വന്നത്, കണ്ടത്. പക്ഷെ ഭയങ്കര ആളാണ്. ഭയങ്കര ആളല്ലേ, ഭയങ്കര അളമ്പ്. ഒരു ഫോട്ടോ പോലും എടുക്കാൻ തോന്നണില്ല. ഇല്ല, അത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. വേറെ എടാ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഒന്നാമത് ഈ തിരക്കുള്ള സ്ഥലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ധനുഷ്കോടി നമുക്കൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കാണാൻ വേണ്ടി വന്നേ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലേ ഞാൻ അവിടെ തിരിച്ചു വരെ തിരക്ക് കാരണം ഞാൻ വരത്തില്ല. ഞാൻ നമ്മളാ ലൈറ്റ് ഹൗസ് അവിടെയൊക്കെ ഇല്ലേ, അവിടെയൊക്കെ വേണേ ഇറങ്ങി പോകും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ ക്രൗഡിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരെ. അത് ഇതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തീരുക റോഡ്. ഇന്ത്യയുടെ തുടക്കം അവസാനം ഇവിടെ നിന്നൊക്കെ പറയുന്നത്. പലരും പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പലരും ധനുഷ്കോടി ടു ലഡാക്കൊക്കെ അടിക്കുന്നുണ്ടല്ലേ, ട്രിപ്പ് അടിക്കുന്നുണ്ടല്ലേ. കന്യാകുമാരി അടിക്കുന്നവരുണ്ട്. കന്യാകുമാരി വരെ ഉണ്ട്, ഡെഡ് എൻഡ് ആണ്. ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ എൻഡ് ഇന്ത്യയുടെ. പിന്നെ ശ്രീലങ്കയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം ഇതാ. നമ്മളാ മാപ്പിൽ കാണത്തില്ലേ, മാപ്പിൽ കാണുമ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം ഇതാ. ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ തലയമന്നാറാണ് ശ്രീലങ്കയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം. അവിടെ ഇത് ധനുഷ്കോടി, അത് തലയമന്നാർ അവരുടെ സാധനങ്ങൾ.
അല്ല പോകുന്ന വഴിയില്ല, നമ്മളാ ലൈറ്റ് ഹൗസ് കണ്ടില്ലേ, ലൈറ്റ് ഹൗസിന്റെ അപ്പുറം ഇപ്പുറമാണ് ആ സാധനങ്ങൾ മൊത്തം. ഇല്ല, ഇവിടെ അടയ്ക്കും. മറ്റേ നമ്മളെ അങ്ങോട്ട് കയറിയ ചെക്ക് പോസ്റ്റ് ഇല്ലേ, അവിടെ അടയ്ക്കും. രാവിലെ 7 മണിയോ തൊട്ടങ്ങാണ്ട് തുറക്കത്തുള്ളൂ. പഴയ സ്കൂളിലെ റീയൂണിയനാണ് തോന്നുന്നു. എല്ലാവരും ഒരേ പ്രായം. പാകിസ്ഥാനായിട്ടുള്ള യുദ്ധമായതുകൊണ്ട് ഓഫ് ആണല്ലേ. കഴിക്കുന്നോടാ? അതാ പഴയ റെയിൽവേ സ്റ്റേഷന്റെ വാട്ടർ ടാങ്ക്. അല്ല, അതുകൊണ്ട് ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്ട് ആ സാധനം കണ്ടല്ലേ, അതുകൊണ്ട് അത് അതുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, വാള് വെക്കും. മിനറൽ വാട്ടർ എടുക്കാം. 3 ബോട്ടിൽ ചേഞ്ച് എടുക്കുമോ? 3 ലിറ്റർ. 1 ലിറ്ററിലെ 3 ബോട്ടിൽ. കൊണ്ടുപോയിരുங்க കേരളാവുക്ക് എത്ര ഉണ്ടോ? ഉണ്ടോ? ചിലതുണ്ടോ? ഇവിടെ റേറ്റ് കൂടുതലാണ്. അരക്കട്ടി 150 രൂപ. 3 രൂപയുടെ 30 രൂപ. അത്യാവശ്യം നല്ല ചൂടാണ് ഇവിടെ. നമ്മൾ ധനുഷ്കോടിയിലെ ഓൾഡ് ചർച്ചിന് മുമ്പിൽ എത്തി കേട്ടോ. ഇത് ഒരു ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ തന്നെ ആയിട്ടുണ്ട് ഇപ്പം. ഇതെല്ലാം അവർ നശിച്ചു പോകാതിരിക്കാനായിട്ട് ചുറ്റും നടപ്പാതയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേ അപ്പുറത്ത് മറ്റേ ആ കോവിൽ കാണാം. പിന്നീട് ഈ ബാക്ക് സൈഡിലാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ കാണാനായിട്ട് പറ്റും. പറ്റുന്നത്രയും നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഇത്രയൊക്കെയാണ് ധനുഷ്കോടിയുടെ കാഴ്ചകളായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡാണ്. പിന്നെ കുറേ ഹിഡൻ ബീച്ചസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇഷ്ടംപോലെ സൈഡിലൊക്കെ ബീച്ചസൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ്. അത് നോക്കട്ടെ, നമുക്ക് പോണ വഴിയിൽ കാണിക്കാം. ഇവിടെ ഉള്ളവർ വെള്ളം എടുക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. പഴയ കിണറൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, റിങ്സ് ഇട്ടിട്ട്. അപ്പം അതിൽ നിന്ന് കോരിയാണ് ഇവർ വെള്ളമൊക്കെ എടുക്കുന്നത്. നല്ല വെള്ളമായിരിക്കും. നല്ല വെള്ളമാണെന്നാണ് ഇവിടെ ചോദിച്ചവും പറഞ്ഞത്. ഇതാണ് കേട്ടോ ഓൾഡ് ചർച്ചിൻ്റെ അകഭാഗം. ആ സ്ട്രക്ചറൊക്കെ നോക്കി. അവിടെയും കുറേ ബിൽഡിങ്ങുകൾ നശിച്ച് കിടപ്പുണ്ട്. എന്തൊക്കെയോ ആയിരുന്നിരിക്കാം. പണ്ടത്തെ ആൾക്കാരുടെ ഓരോ സ്വപ്നങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ കെട്ടിയെടുത്ത സാധനങ്ങളാണ് അതൊക്കെ. എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടായി കളഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് പാമ്പൻ പാലത്തു നിന്നും. ഇനിയിപ്പം നമ്മൾ നേരെ നാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ധനുഷ്കോടി എന്ത് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ പകൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. കാരണം അമ്മാതിരി ചൂടാണ്. അമ്മാതിരി ചൂടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ചൂടാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ചൂടാണ്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. നോർമൽ ഹീറ്റിംഗ് ആണ്, ബാറ്ററി ഡ്രെയിൻ ആവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ടൈമിൽ വീഡിയോ എടുക്കാൻ ഞാൻ. അങ്ങനെ നമ്മുടെ പാമ്പൻ പാലത്തിനോടൊക്കെ വിട പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. അവിടെ ഒരു പാമ്പൻപാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൊരു പാർക്ക് കാണാൻ പറ്റും. ആ ഒരു പാർക്കിൽ നിങ്ങൾക്ക് 10 രൂപ എൻട്രൻസ് ഫീസ് വരും കേട്ടോ ഒരാൾക്ക്. അപ്പം അവിടെയാണ് ഞങ്ങൾ റെസ്റ്റ് എടുത്തത്. അപ്പം നൈറ്റ് ഓടി വന്ന ക്ഷീണമെല്ലാം
അവിടെ കിടന്നിട്ട് തീർത്ത് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് മൈൻഡ് സെറ്റ് ആകാനായിട്ട് കിടക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഉറക്കമൊക്കെ ഇങ്ങോട്ട് പോവും. ആദ്യ ശല്യ കാര്യങ്ങളൊന്നും എല്ലാവരും ആൾക്കാർ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നീറ്റാണ്ട്, അത്യാവശ്യം വൃത്തിയാണെല്ലാം. അവിടെ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പറ്റും. വണ്ടി എടുത്ത് വെക്കാം, നമ്മുടെ സാധനങ്ങളും സേഫാണ്, നമ്മളടുത്ത് തന്നെ അത് കീപ്പ് ചെയ്യാൻ പറ്റും. ഫാമിലീസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഓട്ടിക്കൊണ്ട് പോകുന്നുള്ള പേടിയൊന്നും അധികം വേണ്ട. നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് കിടന്നുറങ്ങിയത്. നല്ല ആൾക്കാരായിരുന്നു എല്ലാവരും. ഫ്രണ്ടിൽ പോകുന്നത് കരീഷ്മയാട്ടോ. നമ്മുടെ റൈഡിന് നമ്മുടെ കൂടുതലുണ്ടായിരുന്ന കരീഷ്മയാണത്. അപ്പൊ ഇതിനൊക്കെ നമ്മള് ഈ റൈഡിലാണ് കേട്ടോ പരിചയപ്പെട്ടത്. നിങ്ങൾ നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കുമെങ്കിലും കാണുന്നതെല്ലാം ഈ റൈഡിലാണ്. നല്ല ക്രോസിങ്സ് ഉണ്ട് ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നെല്ലാം. ശങ്കർ അടുത്തായിട്ട് വണ്ടി സെപ്പറേറ്റ് എടുക്കുക അത് ഇല്ലേ വണ്ടി. പഴയ വണ്ടിക്കില്ല, പുതിയ വണ്ടിക്കുണ്ട്. ഇത് പഴയ വണ്ടിയാ, പഴയ വണ്ടിക്കില്ല. ആ വണ്ടിയിലാണ്. രസമുണ്ടല്ലേ, നല്ല സ്ഥലമല്ലേ. എന്നാ രസമുണ്ടെന്ന് നോക്കി ഈ സ്ഥലം കാണാനായിട്ട്. ഈ സ്ഥലമൊക്കെ രസമുണ്ടല്ലേ. കാറ്റാടിപ്പാടങ്ങൾ അപ്പുറത്തുണ്ട്, അതും കൂടെ ഉണ്ടെങ്കിൽ നൈസാണ് കാണാനായിട്ട്. ഒരു സൺസെറ്റൊക്കെ ആവാൻ സമയം വരുന്നേ ഉള്ളൂ. എന്തായാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ഈ സൺറൈസും സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന തന്നെ ഭയങ്കര ഒരു കാര്യമാണ്. അതും നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും വേണമെന്നും എനിക്ക് പറയാനായിട്ടില്ല. എന്താല്ലേ, മനസ്സമാധാനമായിട്ട് ഈ ഒരു സാധനം കാണാൻ പറ്റാത്ത എത്ര പേരുണ്ടെന്നറിയോ അല്ലേ? മനസ്സമാധാനമായിട്ട് ഈ ഒരു സാധനം കാണാൻ പറ്റാത്ത എത്രയോ പേരുണ്ടെന്നറിയോ? പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വി ആർ സോ ലക്കി. നമുക്ക് സമാധാനമായിട്ട് ഇതൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം. നമ്മുടെ പിള്ളേർ അവിടെ നിന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കും അങ്ങോട്ട് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കും കേട്ടോ. ഇതായിരിക്കും നമ്മുടെ വണ്ടി. നമ്മളൊക്കെ വണ്ടി ചാടിക്കാൻ പോകണം. എന്തല്ലേ സ്ഥലം, ഒരു രക്ഷയില്ല, അടിപൊളി. അടിപൊളി പോക്ക്. വന്ന് രണ്ട് പരീക്ഷണുണ്ട്, ക്ലാസ്സിക്ക് ഇതായിരിക്കുന്നു. രക്ഷയില്ല. നമ്മുടെ വണ്ടി ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കണം. എന്താ ഫീലല്ലേ. എനിക്ക് എന്തോ ആ തിരക്കിനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടെ വന്നിങ്ങനെ എത്ര സമയങ്ങളിലിരിക്കാൻ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇത് അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾ കന്യാകുമാരി ആ ഹൈവേന്ന് ലെഫ്റ്റ് കയറി നമ്മൾ പുറത്തോട്ട് പോകുന്ന ആ റോഡാണത്. ആ റോഡ് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ വഴികളിങ്ങനെ കാണാനായിട്ട് പറ്റും. ഇത് കണ്ടിന്യൂസ് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങോട്ട്, ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ എല്ലാം. കൊള്ളാം, വ്യർത്ഥമായിട്ടുണ്ട്. നമ്മളിവിടുന്ന് പതിയെ ഇറങ്ങുകയാണ്. മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. എന്നാ രസമുണ്ടോ നോക്കി. നമ്മുടെ കരീസ്വരുണ്ട്. കൂൾ ദാറ്റ് വാസ് കൂൾ ഫ്രെയിം മാൻ. അടിപൊളി.
ആ ഫ്രെയിമിൽ കരീസ്മ ഒരു രക്ഷയില്ല. എല്ലാ വണ്ടിയും അതേപോലെ തന്നെ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഉപ്പുപാടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഉപ്പ് പോലെ കിടക്കുന്നത്, അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. ഫുള്ള് വെളുത്ത് കിടക്കുന്നത്. അവിടെ ചന്ദ്രൻ വന്നു തുടങ്ങി. എന്തായാലും ഇന്നത്തെ സൺറൈസും സൺസെറ്റും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റിലൊരു കംപ്ലീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ അടിപൊളി സൺറൈസും വൈകിട്ടൊരു സൺസെറ്റും സെറ്റ്. എടുത്തോ ഫോട്ടോ? നൂറ്റി 1 ധനുഷ്കോടി നേരിട്ട് ഇപ്പോൾ ഏകദേശം 150 കിലോമീറ്റർ അടുപ്പിച്ചായി. ഇനി ഏകദേശം ഒരു 200 കിലോമീറ്റർ അടുത്തുകൂടെ ഉണ്ട് നാട്ടിലേക്ക് എത്താനായിട്ട്. ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊരു പമ്പിൽ പെട്രോൾ ഫില്ലപ്പ് ചെയ്യാനായിട്ടൊക്കെ കയറിയതാണ് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായിട്ട് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ റെസ്റ്റോറൻറ്റ് 25 സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. ലവ് യു ഓൾ.